ഹലോ, ഇന്നിവിടെ ഹൈദരാബാദ് നല്ല മഴയാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന്. അതെ, മഴ പെയ്യുന്നത് കാണുമ്പോൾ മനസ്സിന് ചില തീരാത്ത സന്തോഷങ്ങളുണ്ട്. നല്ല മഴയുള്ള സമയത്ത് ഒരു ചായയോ കാപ്പിക്കോ വേണ്ടി നേരെ നമ്മുടെ അടുക്കളയിലേക്ക് ഓടും. അപ്പോൾ നല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ലൊരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ അമ്മ നമുക്ക് തരും. അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു കടി സ്നാക്സ് ഉണ്ടാവും. കയ്യിലൊരു കപ്പും കാപ്പിയുമായി മഴ ആസ്വദിക്കാൻ എത്ര രസമല്ലേ. ഒരു കാപ്പിയും ഒരു മഴയും ഒറ്റപ്പെട്ട നിമിഷവും പിന്നെ കുറേ ഓർമ്മകളും മാത്രം. ഇത്രയും മതിയല്ലേ ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് നമ്മുടെ മനസ്സിന് വിശ്രമം കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഇന്നൊരു കോഫി ഉണ്ടാക്കി കുടിച്ചാലോ. അപ്പോൾ നോർമൽ കോഫി അല്ല കേട്ടോ, കുറച്ച് ആർഭാടായിട്ടാണ് കോഫി ഉണ്ടാക്കുന്നത്. ബീറ്ററൊക്കെ വെച്ച് നന്നായിട്ട് നമ്മുടെ കോഫി പൗഡറും പിന്നെ പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് ഗ്ലാസിൻ്റെ സൈഡിൽ കുറച്ച് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫിയൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണല്ലോ. പിന്നെ നല്ല ചൂട് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കണ്ട നമ്മുടെ ആ ക്രീം പോലത്തെ. ഇനി ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എന്താ പറയുക കോഫി പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്നാക്സ് നമുക്ക് കേട്ടോ വെച്ച് കൊടുക്കാം. ഇനി അകത്തിരുന്ന് കുടിക്കുന്നത് ഒരു രസമല്ല കേട്ടോ. നമുക്ക് ഓർമ്മകളൊക്കെ കിട്ടണമെങ്കിൽ ഈ കോഫി കൊണ്ട് പുറത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെ പുറത്ത് പോയിട്ട് മഴയൊക്കെ നോക്കി ചെടികളിലൊക്കെ നോക്കിയിട്ട് ആ കോഫി കൊണ്ട് കുടിക്കുമ്പോൾ അപ്പോൾ ഇനി കോഫി പൊടിയൊക്കെ കഴിഞ്ഞു. ഇനി നാളത്തേക്കുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലിക്ക് അരച്ച് വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സാമ്പാറും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. സാമ്പാറിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു പെട്ടെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കി. അടുത്തതായിട്ട് നമുക്കൊരു പാസ്ത ഉണ്ടാക്കാം കേട്ടോ. ഇത് നമ്മുടെ വീറ്റിൻ്റെ പാസ്തയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള വ്ളോഗ്സും അതുപോലെ ചെറിയ ചെറിയ സിമ്പിൾ റെസിപ്പീസൊക്കെ ഉള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ 30 ദിവസത്തെ കറി ചലഞ്ച് പോലെ ഡെയിലി 1 മിനിറ്റ് കറികളുടെ നമ്മുടെ കേരള നാടൻ കറികളുടെ റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോസ് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ.